The Gospel according to St. Mark chapter 7, verse 34. He looked up to heaven and with a deep sigh said to him, Ephphatha, which means be opened. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫ്ഫാഥ എന്ന് പറഞ്ഞു. Lent is a season of deep transformation, a time when Christ calls us to be open to His grace, His truth and His healing. നോമ്പുകാലം രൂപാന്തരത്തിൻ്റെ കാലമാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കൃപയ്ക്കായി തുറന്നു കൊടുക്കുന്ന സമയം. അവൻ്റെ സത്യവും അവൻ്റെ സൗഖ്യവും നമ്മൾ പ്രാപിക്കുന്ന നിമിഷങ്ങൾ. In the Gospel according to St. Mark chapter 7, Jesus heals a man who is deaf and mute, restoring not just his physical abilities but also his connection to the world and to God. ഊമനും ചെകിടനുമായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ശാരീരിക ബലഹീനതകൾ മാത്രമല്ല കർത്താവ് സൗഖ്യമാക്കുന്നത്, പിന്നെയോ മനുഷ്യരും ദൈവവുമായിട്ടുള്ള ബന്ധവും പുനരുദ്ധരിക്കപ്പെടുകയാണ്. With a simple yet profound command, Ephphatha, Christ demonstrates that His power is not limited to the body but extends to the heart and soul. തുറന്നു വരിക എന്നർത്ഥമുള്ള എഫ്ഫാഥ എന്ന് നമ്മുടെ കർത്താവ് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ശരീരത്തെ മാത്രമല്ല, അവൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. How often do we find ourselves closed off, our hearts hardened by sin, our ears deaf to God's voice, our tongues reluctant to speak truth and love. പലപ്പോഴും ദൈവത്തോട് നമ്മുടെ ജീവിതം അകന്ന് നിൽക്കുന്ന സമയങ്ങളാണ്. പലപ്പോഴും പാപം മുഖാന്തരം നമ്മുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുന്നു. ദൈവ ശബ്ദത്തിനോട് നമ്മുടെ കാതുകൾ അടഞ്ഞിരിക്കുന്നു. നമ്മുടെ നാവുകൾ സത്യവും സ്നേഹവും സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുന്നു. Jesus longs to heal our spiritual deafness and loosen the grip of sin that silences our prayer. നമ്മുടെ ആത്മീയ അന്ധകാരത്തെ നീക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. He sighs deeply, longing for us to surrender and let Him restore us. നമ്മുടെ സമർപ്പണത്തിനായി കർത്താവ് കാത്തിരിക്കുകയാണ്. കാരണം സമർപ്പണത്തിലൂടെ മാത്രമേ നമ്മുടെ കർത്താവിന് നമ്മെ പുനരുദ്ധരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. Today, let us stand before Christ and ask for His healing word. Lord, open my heart to love, my ears to hear your voice, and my mouth to proclaim your truth. ക്രിസ്തു സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹിപ്പാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. നിന്റെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ കാതുകളെ തുറക്കണമേ. നിന്റെ സത്യം പ്രഘോഷിക്കുവാൻ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. May we be opened fully and completely to the life He desires for us. ക്രിസ്തു നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നാഗ്രഹിക്കുന്നതിനായി നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനായി പരിപൂർണമായി തുറന്നു കൊടുക്കാം. ക്രിസ്തുവിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.